അയ്യോ തീർന്നോ? വെള്ളം ചേർക്കണം ഭഗവാനെ. അമ്മുമ്മേ വന്നു. ഞാൻ വിചാരിച്ചു മരുന്നൊന്നും കഴിക്കാതെ ഇവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് നീ കരുതി കാണുമോന്ന്. ഓ എന്റെ അമ്മൂമ്മേ കാശ് കയ്യില്ലാത്ത നേരെ ചാകണ കാര്യം മാത്രം പറയാതെ. അതെന്താടാ, ഞങ്ങള് ചത്ത ശവദാഹം നടത്താനുള്ള കാശ് പോലും ഇല്ലേ നിന്റെ കയ്യില്? ഉണ്ട്, നിലവറയ്ക്കകത്ത് പൂഴ്ത്തി വെച്ചിരിക്കല്ലേ. എന്റെ മക്കളെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചെലവാക്കണം. കാലത്ത് തന്നെ എന്റെ കൺട്രോൾ കളയരുത്. ഇതോട് കഴിച്ചേ പിടിക്കും. എത്ര വലിയ തറവാട്ടിൽ ജനിച്ചവളാ ഞാൻ. ചന്ദനമുട്ടി വെച്ച് ദഹിപ്പിക്കേണ്ട ദേഹമായത്. എന്നിട്ടിപ്പൊ പറയണത് കേട്ടില്ലേ? അമ്മൂമ്മേ കാലത്തെ ഇരുന്ന് ഫ്ലാഷ് ബാക്ക് പറയാതെ അത് അകത്താക്കാൻ നോക്ക്. എനിക്ക് ആണുങ്ങളുടെ വാടി പോകാനുള്ളതാ. പ്രേമേന്ദ്ര, എന്റെ ഗുളിക തീർന്നു മക്കളെ. ഉണ്ടെങ്കിൽ 2 എണ്ണം കുടിഞ്ഞതാ. ഇത് പഞ്ചാരമിട്ടായി അല്ല വലിച്ചു വരി തിന്നാൻ. ഹോമിയോ മരുന്നാ. അച്ഛാ അച്ഛാ, ഇങ്ങനെ കിടന്ന് ഉറങ്ങരുന്ന് വൈദ്യുതി പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ കിടന്ന് ഉറങ്ങണമെന്ന് അയാൾ പറഞ്ഞത്? ഇത്രയും നേരം ഉറങ്ങിയതല്ലേ, ഇനി അല്പം റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങാം. ഇതെനിക്ക് സാധാരണ തരുന്ന മരുന്നല്ലല്ലോടാ. അല്ല, ഇത് വയറിളക്കം നിൽക്കാനാ. എന്റെ അമ്മയെ, ആരാടാ എനിക്ക് വയറിളക്കണമെന്ന് പറഞ്ഞത്? ഇളക്കം പോട്ട് ഒരു അനക്കം പോലും ഇല്ലാണ്ടിരിക്കുക. പിന്നെ ആർക്കാ ഇളകിയത്? പ്രേമചന്ദ്ര, ഇളകിയത് എനിക്കാടാ. ഈ ഇളക്കവും വെച്ചോണ്ട് എന്തിനാ കറങ്ങി നടക്കുന്നത്? അപ്പൂപ്പിന് ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? അടങ്ങി ഒതുങ്ങി തന്നെയാടാ ഇത്രയും നേരം ഞാൻ കക്കൂസിനകത്ത് ഇരുന്നത്. ആ മരുന്ന് നിൽക്കുന്നതാടാ. കൊണ്ടായിരുന്ന അച്ഛൻ കുടിച്ചു, ഞാൻ പോയി വേറെ മേടിച്ചോണ്ടിരാ. കൊണ്ടോറടങ്ങാൻ വേഗം വരണം. എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ കക്കൂസിലെങ്ങാനും വീട് കടക്കുണ്ടാവും. വേഗം എന്തെങ്കിലും തന്നെ, ഞാൻ വൈദ്യശാല വരെ ഒന്ന് പോവാ. ഇപ്പൊ തരാം മോനെ, കഞ്ഞി ഇപ്പൊ ആവും. കഞ്ഞിയോ? പലഹാരം ഒന്നും ഉണ്ടാക്കില്ലേ? പ്രേമേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അമ്മ ഇപ്പൊ തുടങ്ങും. പണ്ട് ആനയും കുതിരയൊക്കെ ഉണ്ടായിരുന്ന കഥ പറഞ്ഞ കാര്യം. അതൊക്കെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ? എങ്ങനെ കഴിയേണ്ട കുട്ടികളാ നിങ്ങള്. ഇപ്പൊ കണ്ടില്ലേ, ഒരു നേരം പോലും വായ്ക്ക് രുചിയുള്ള ആഹാരം കഴിക്കാതെ. അയ്യേ, അപ്പോഴേക്കും കരഞ്ഞു. ഞാനൊരു ഉഗ്രം തമാശ പറഞ്ഞല്ലേ. പലഹാരം കേൾക്കുമ്പോ അമ്മ പൊട്ടിച്ചിരിക്കുന്നില്ലേ ഞാൻ കരുതിയത്. ഇങ്ങോട്ട് നോക്കിയേ, ഇതൊക്കെ മാറുമേ. എനിക്കൊരു ഉഗ്രം ജോലി കിട്ടട്ടെ, പിന്നെ അമ്മ നോക്കിക്കോ. നമുക്ക് താമസിക്കാൻ വലിയൊരു ബംഗ്ലാവ്, അമ്മയ്ക്ക് അമ്പലത്തിൽ പോവാൻ കാറ്, കഴിക്കാനാണെങ്കിൽ 3 നേരം പലഹാരവും. അതൊന്നും വേണ്ട. മരിക്കണേന് മുന്നേ ഒരു ദിവസമെങ്കിലും നമ്മുടെ തറവാട്ടിലൊന്ന് കഴിയാൻ പറ്റിയാൽ മതിയായിരുന്നു. ഓ എന്ത് പറ്റി മുത്തശ്ശ? മുത്തശ്ശ, എന്താ എന്ത് പറ്റി? വലിക്കാൻ പറ്റുന്നില്ല. ഈ പണ്ടാറപ്പ് വലിച്ചില്ലെങ്കിൽ എന്താ? അതല്ല, ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. നീ പോയിന്ന് വൈദ്യരെ വിളിച്ചോണ്ട് വാ.